إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ അംബിയ 8, 9, 10 3 ആയത്തുകളുടെ വിശദീകരണം നോക്കൂ നിങ്ങൾ. വമാ ജഅൽനാഹും നാം അവരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മുൻ ആയത്തിൽ പറഞ്ഞതുപോലെ ആ റസൂലുകളാക്കിയിട്ടില്ല. ജസദൻ ഒരു ശരീരമാക്കിയിട്ടില്ല. ലാ യഅകുലൂന അവർ ഭക്ഷിക്കുകയില്ല ഭക്ഷണം ഭക്ഷിക്കാത്ത ഒരു ശരീരമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ റസൂലുകൾ ഭക്ഷണം കഴിക്കുന്നവരാകുന്നു എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. ഒമാകാനു ഖാലിദീൻ അവർ നിത്യവാസികളുമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും മരിക്കാത്ത അമൃത്യനാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. പിന്നെ സ്വദഖ്നാഹും നാം സത്യമാക്കി കൊടുത്തു, അവർക്ക് സത്യമാക്കി കൊടുത്തു. അൽ വഅദ നമ്മുടെ വാഗ്ദാനം ആ റസൂലുമാർക്ക് നാം സത്യമാക്കി കൊടുത്തു. ഫഅൻജൈനാഹും നാം ആ റസൂലുമാരെ രക്ഷിച്ചു. വമൻ നശാഉ നാം ഉദ്ദേശിക്കുന്നവരെയും ആ റസൂലുമാരുടെ കൂട്ടത്തിൽ അവരുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങളായി അല്ലാഹു ഉദ്ദേശിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. വഅഹ്ലകനൽ മുസ്രിഫീൻ അതിക്രമകാരികളെ അല്ലാഹു പിന്നീട് നശിപ്പിച്ചു. വഅഹ്ലകനാ നാം നശിപ്പിച്ചു അൽ മുസ്രിഫീൻ അതിക്രമകാരികളെ നശിപ്പിക്കുകയും ചെയ്തു. ലഖദ് അൻസൽനാ ഇലൈക്കും നിങ്ങളിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. കിതാബൻ ഒരു വേദഗ്രന്ഥം, ഫീഹി അതിലുണ്ട് ദിക്റുക്കും നിങ്ങൾക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അതിലുണ്ട്. അഫലാ തഅഖിലൂൻ നിങ്ങൾ ബുദ്ധി കൊടുത്ത് കുറ്റാലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ സതുപദേശങ്ങൾ അടങ്ങിയ ദിക്റുകൾ അടങ്ങിയ ഒരു കൃത്യമായ ഒരു വേദഗ്രന്ഥം നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഉറ്റാലോചിച്ച് ചിന്തിച്ച് സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നില്ലേ, നിലകൊള്ളുന്നില്ലേ എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉപദേശിക്കുന്നതും. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.